നേരത്തെ സ്വത്ത് വീതം വെച്ച് കൊടുക്കുന്ന കാരണവന്മാരുടെ അനുഭവം അവസാനം ഈ പറയുന്ന പോലെ വീടിന് മുമ്പിലെ ശൂന്യമായ നടക്കല്ലുകളാണ്. മക്കളുടെ പേര് ഫുള്ള് എഴുതി കൊടുക്കരുത്. ഇച്ചിരി ഒരു കൈ പിടുത്തം വേണം, ഇല്ലെങ്കിൽ സ്വത്ത് നേരത്തെ ഭാഗം വെച്ച് കഴിഞ്ഞാൽ ഒരു 50% കണ്ടുവരുന്നത് കാരണന്മാർ നോക്കുന്നില്ലാത്തൊരു അവസ്ഥയിലാണ് വരുന്നത്. ഇന്ത്യ മുഴുവനും ബാധകമായ ഇന്ത്യൻ സക്സഷൻ ആക്ട് 1920 പാസ്സാക്കിയെങ്കിലും കേരള സംസ്ഥാനം അന്ന് രൂപീകൃതമായിരുന്നില്ല. പ്രാപ്തിയുള്ളിടത്തോളം കാലം മാതാപിതാക്കൾ ഇത് വീതം വെച്ച് കൊടുക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവർ തന്നെ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു ആശയം ഇതിനകത്തുണ്ട്. ആ ചേച്ചി എത്ര മക്കളുണ്ടായിരുന്നു ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം? എൻ്റെ പേര് ഗ്രേസി, ചെക്കട്ടവാറ ഇടവക, കുറൂര് വീട്ടുപേര്. ഞങ്ങൾ 15 മക്കളായിരുന്നു. 15 മക്കളായിരുന്നു. അതിൽ 15ാമത്തേതാണ് ഞാൻ. 15ാമത്തെ മകളാണ്. ഓക്കെ. 95 വയസ്സായപ്പോഴാണ് മരിച്ചത്. ഓക്കെ. അമ്മയ്ക്ക് 84 വയസ്സ്. ഇപ്പം അമ്മയുണ്ടോ? ഇല്ല, അമ്മയും ചാച്ചനും മരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. അതായത് ഈ കാരണവന്മാർ സ്വത്ത് എഴുതി മക്കൾക്ക് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു, നോക്കണമെന്നും പറഞ്ഞുകൊണ്ട്. ഈ എഴുതി വെക്കുന്നയാൾ നോക്കിയില്ലെങ്കിൽ എന്തു ചെയ്യും? നോക്കിയില്ലെങ്കിൽ ഇപ്പൊ സ്വത്ത് എഴുതി വെക്കുന്നയാൾ നോക്കിയില്ല, വേറെ ഏതെങ്കിലും മക്കളാ നോക്കുന്നെങ്കിലോ അപ്പൊ ആ സ്വത്ത് എഴുതി വെക്കുന്നത് പിന്നെ മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ല. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ചില കുടുംബങ്ങളിൽ മാതാപിതാക്കൾ അവരെ നോക്കാനായിട്ടും കൂടി കരുതി മക്കൾക്ക് സ്വത്ത് ഭാഗിച്ചു നൽകാറുണ്ട്. എന്നിട്ടും മാതാപിതാക്കളെ നോക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളതാണ് ഇവിടെ ചോദിച്ചത്. അതിനിപ്പോൾ നിയമപരമായിട്ട് പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതായത് മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾക്കെതിരെ നിയമപരമായി നടപടിയെടുത്ത് അവരെ ബാധ്യസ്ഥരാക്കുന്ന ആ ഒരു നിയമമാണ് പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു നിയമവ്യവസ്ഥ ഇന്നിപ്പോൾ നിലവിലുണ്ട്. പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും പ്രായമായ അവസ്ഥയിൽ കോടതിയിലേക്ക് പോകാനോ അങ്ങനെയുള്ള കേസ് മുക്കാനൊന്നും പോകാനായിട്ട് തയ്യാറാകുന്നില്ല. പക്ഷേ നിയമത്തിൽ അങ്ങനൊരു വ്യവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. ഈ കാരണവന്മാർ മക്കൾക്ക് സ്വത്ത് എഴുതി വെച്ചിട്ട് അവർക്ക് വേണ്ട സമയത്തിന് ഭക്ഷണം, മരുന്ന്, വസ്ത്രം ഇതൊക്കെ ഇല്ലാണ്ട് വന്നിട്ട് കോടതി കയറി ഇറങ്ങി നടക്കുകയോ ഒന്നും ചെയ്തിട്ട് അതിനകത്തൊരു കാര്യം കാരണവന്മാർക്ക് കിട്ടുന്നില്ല. ആ മക്കൾ സ്നേഹത്തോടെ നോക്കിയാൽ മാത്രമല്ലേ കാരണവന്മാർക്ക് അതിൻ്റെ പരിചരണം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ സ്വത്ത് എഴുതി വെക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പം അതുകൊണ്ടാണ് നമ്മൾ കഴിവതും കോടതി കയറി ഇറങ്ങാതെയും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാതെ ഇരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ക്രിസ്തീയമായ ആ ഒരു ചൈതന്യം, ഇപ്പോൾ ഒരു മകൻ ഇപ്പോൾ നോക്കിയില്ലെങ്കിൽ മറ്റു മക്കൾക്ക് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്താവുന്നതേ ഉള്ളൂ. കാരണം ആ മകന് ആ ഒരു സ്വഭാവമാണ്, അവന് കൊടുക്കാൻ തയ്യാറല്ലാതെ നോക്കാൻ സന്നദ്ധനല്ലെങ്കിൽ മറ്റു മക്കളുണ്ടെങ്കിൽ അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു ക്രിസ്തീയമായ ഒരു അരൂപി അവർ കാണിക്കണം. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ കുടുംബങ്ങൾ വളരേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ചാവർപിതാവിൻ്റെ പറഞ്ഞിട്ടുണ്ട്, സർക്കാർ വഴക്കുകൾ കുടുംബങ്ങളെ നശിപ്പിക്കുന്നു എന്ന് ചാവർപിതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഇപ്പോൾ ചേച്ചി പറഞ്ഞതിനകത്ത് വേറൊരു വശമുണ്ട്. ചാവർപിതാവ് നമ്മളിതിന് മുമ്പുള്ള ഒരു ചർച്ചയിൽ നമ്മളത് വളരെ നന്നായി ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. മക്കളെ നല്ല ക്രൈസ്തവരായി ബാല്യത്തിൽ വളർത്തിയില്ല എങ്കിൽ, അതാണ് ജഡായി പറഞ്ഞത് മുമ്പേ. യെസ്, ചാവറച്ചൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. ചാവരുള്ളിലെ ഒരു വചനമാണ്. മക്കളെ നല്ല ക്രൈസ്തവരായി, നല്ല ക്രിസ്ത്യാനികളായി ബാല്യത്തിൽ വളർത്തിയില്ല എങ്കിൽ വലുതാകുമ്പോൾ അവർ മാതാപിതാക്കളെ നോക്കുകയില്ല എന്നാണ് ചാവർപിതാവ് എഴുതിയിരിക്കുന്നത്. അതായത് നോക്കണമെങ്കിൽ വാർദ്ധക്യത്തിൽ മക്കൾ നിങ്ങളെ നോക്കണമെങ്കിൽ അവരെ ബാല്യത്തിൽ നല്ല ക്രൈസ്തവരായി, നല്ല ക്രിസ്ത്യാനികളായി വളർത്തണം എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം അച്ഛൻ തന്നെ പറഞ്ഞില്ലേ, അതൊരു പാരമ്പര്യമായി, ഒരു ചൊല്ലായി നമ്മളുടെ കുടുംബങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ചാവർപിതാവ് അന്ന് തുടങ്ങി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പം അച്ഛൻ അറിയാതെ അച്ഛൻ്റെ അഭിപ്രായം പറഞ്ഞു. ചാവർപിതാവ് പണ്ട് പറഞ്ഞു വെച്ചതാണ്. അപ്പം ആ ഒരു കാര്യം തന്നെ ഇന്ന് വളരെ വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുകയാണ് അച്ഛൻ്റെ ഒരു കുടുംബം. എന്താണ് അത് തന്നെയാണ് ഈ സ്വത്ത് തർക്കം എന്നൊക്കെ പറഞ്ഞു. ഈ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന ആ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ അകത്ത് ഈ സ്വത്തുകൾ നേരായ മാർഗത്തിൽ കൂടെ അല്ല ഈ സ്വത്തുണ്ടാക്കി വെക്കുന്നതെങ്കിൽ
ആ സ്വത്ത് നേരായ മാർഗം അല്ലാത്തത് കൊണ്ടാണ് ഈ മക്കൾ തമ്മിൽ അടിപിടിയും കച്ചറയും ഒക്കെ ഇതിനുണ്ടാക്കുന്നത്. ആവശ്യം നല്ല അത് നേരായ മാർഗത്തിൽ സത്യസന്ധമായിട്ട് ഇനിയിപ്പോൾ ഒരു ഉദാഹരണം, ഒരു കൂലിക്ക് ഒരാളെ വിളിച്ചു, അവന് പണിക്കെടുത്ത് അവന് യഥാർത്ഥ കൂലി അന്ന് എത്രയാണ് കൊടുക്കണമെങ്കിൽ ആ കൂലി കൊടുക്കാതെ, അല്ലെങ്കിൽ അവൻ അന്ന് കൊടുക്കേണ്ട അവനെ ഭക്ഷണം ആ ഭക്ഷണം യഥാർത്ഥ കൊടുക്കാതെ അവനെ അവിടെ വല്ലാണ്ട് പണിയെടുപ്പിക്കാൻ കൂലി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ എന്നിട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനത്തെ സ്വത്തുകൾ ഉള്ള കുടുംബങ്ങളൊക്കെയാണ് ഇങ്ങനെ ഈ കുടുംബ വഴക്കും പ്രശ്നങ്ങളും ഈ സ്വത്തിന് വേണ്ടി തർക്കം. ഈ സ്വത്തിന് വേണ്ടിയിട്ടല്ല അപ്പനെയും അമ്മേനെയും നോക്കേണ്ടത്. അത് നമ്മുടെ ചെറുപ്പത്തിലെ ഈ മക്കളെ എങ്ങനെ വളർത്തി എന്നുള്ളതാണ്. നമ്മൾ ആ വളർത്തുന്നതിൻ്റെ ഇതുപോലെ ഇരിക്കും. സ്വത്തൊരു വിഷയമേ അല്ല. പക്ഷേ വളർത്തുന്നത് പോലെ എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കാരണവന്മാർ മക്കളെ നല്ലവരായിട്ട് തന്നെ നല്ല ക്രൈസ്തവ വിശ്വാസത്തിലാണ് വളർത്തുന്നതും വളരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ മക്കൾ ഇത് സ്വീകരിച്ച് വളരുക എന്ന് പറയുന്നത് ഓരോ വ്യക്തിപരമായ കാര്യമാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു മകനോ അല്ലെങ്കിൽ മക്കൾ നമ്മുടെ മാതാപിതാക്കളോട് തിരിച്ചു വ്യത്യാസം കാണിക്കുക അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലായ്മ കാണിക്കുന്നുണ്ടെങ്കിൽ വളർത്തുന്നതിൻ്റെ ഒരു വശമുണ്ട്. അതുപോലൊപ്പം തന്നെ വളരുന്നതിന് വേണ്ടി എത്രയോ നല്ല മാതാപിതാക്കളുടെ മക്കൾ യാതൊരു നന്ദിയും ഇല്ലാതെ നെറുകേട് കാണിക്കുന്ന എത്രയോ മക്കളുണ്ട്. എനിക്ക് ചേച്ചി അഭിപ്രായം എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് ഇതിനെപ്പറ്റി? എൻ്റെ പേര് മോളി. എൻ്റെ വീട്ടിൽ 8 മക്കളായിരുന്നു. 6 പെണ്ണും 2 ആൺപിള്ളേരും ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുടുംബസ്വത്തിന് വേണ്ടി ആരും വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ ഏറ്റവും ഇളയ 2 മക്കൾ ഇരട്ടകളായിരുന്നു. എൻ്റെ ചാച്ചൻ്റെ വീട്ടിൽ 3 ആൺമക്കളായിരുന്നു. അവർക്കും 3 ഇരട്ട, ഈ 2 പേർക്ക് 2 ഇരട്ട ഉണ്ടാവുകയും ചെയ്തു. സ്വത്തിന് വേണ്ടി ആരും വഴക്കൊന്നും പിടിച്ചിട്ടുമില്ല. നല്ല സ്നേഹത്തോടെ അതായത് നന്നായിട്ട് ക്രൈസ്തവ ചൈതന്യത്തിൽ ജീവിച്ച് വളർത്തിക്കൊണ്ട് വന്നതുകൊണ്ട് യാതൊരു കലഹവും ഉണ്ടായില്ല. ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഈ കാര്യം, സ്വത്തിന് വേണ്ടി മാതാപിതാക്കളെ തള്ളിക്കളയുന്ന ഈ ഒരു സാഹചര്യം ഇന്നത്തെ പശ്ചാത്തലത്തിൽ ചേച്ചി എങ്ങനെയാണ് കാണുന്നത്? കാരണവന്മാർക്ക് എന്തായാലും സ്വത്ത് വേണം അവരെ മക്കളെ നോക്കണമെങ്കിൽ. അപ്പോൾ സ്വത്ത് വീതം വെക്കുമ്പോൾ കാരണവന്മാർക്കുള്ള വിഹിതവും കൂടെ സൂക്ഷിക്കാൻ മാത്രം അല്ലെങ്കിൽ വീതം വയ്ക്കാൻ മാത്രമുള്ള ഒരു സുബോധത്തിൽ തന്നെ വീതം വെപ്പ് നടത്തിയാൽ മതി എന്നാണ് ചേച്ചി പറയുന്നത്. കാരണം നേരത്തെ തന്നെ വീതം വെച്ചു. അപ്പോൾ ചാവറച്ചൻ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരികയാണ്. നേരത്തെ കൊടുക്കണ്ട കാരണവന്മാർക്ക് അവസാന കാലം മാത്രം അവർക്ക് എഴുതി കൊടുക്കുക. ഓക്കെ റൈറ്റ്. എന്താണ് ചേട്ടന് പറയാനുള്ളത്? നേരത്തെ സ്വത്ത് എഴുതി കൊടുക്കാത്തതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളുണ്ട്. അങ്ങനെയുണ്ട്. എനിക്ക് എൻ്റെ അനുഭവത്തിലുണ്ട്. മക്കൾ തമ്മിൽ സ്വത്തിന് വേണ്ടി കാരണവന്മാരുടെ പ്രശ്നം വഴക്കുണ്ടാക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മക്കൾ പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനാകുമ്പോൾ തന്നെ അവർക്കുള്ള കൊടുത്തിട്ട് നിൽക്കുന്നുള്ള എൻ്റെ അഭിപ്രായം. ഇല്ല, കൊടുക്കണം എന്ന് ചാവറച്ചൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അപ്പൻ്റെ അമ്മയുടെ സുബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ മക്കൾക്കുള്ളത് എഴുതി കൊടുത്തില്ലെങ്കിൽ അപ്പനും അമ്മയും മരിച്ചതിന് ശേഷം മക്കൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇവരുടെ ആത്മാക്കൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ചാവർപിതാവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാണ് മക്കളോടുള്ള ഉപദേശത്തിന്റെ അവസാന 16ാമത്തെ ഉപദേശമായിട്ട് ചാവർപിതാവ് പറയുന്നുണ്ട്. കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും സ്വത്ത് എഴുതി കൊടുക്കാൻ വൈകുന്നോറും പ്രശ്നങ്ങളുണ്ടാകുന്ന കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് അപ്പോൾ ചാവർപിതാവ് ഇക്കാര്യത്തിൽ പറയുന്നത് മാതാപിതാക്കൾ പലപ്പോഴും അനാഥരായി പോകുന്നു. മക്കൾ അവരെ നോക്കാതിരിക്കുന്നതിന് കാരണം എന്താണ്? ഇത്തരത്തിൽ സ്വത്ത് മാതാപിതാക്കൾ ആദ്യം തന്നെ കൊടുക്കുന്നത് കൊണ്ടാണ്. ആദ്യം കൊടുക്കണം നല്ല ചാവർപിതാവ് പറയുന്നത്. ചില മാതാപിതാക്കൾ അങ്ങനെയാണ്. അവർക്ക് സുബോധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ മക്കളെ ചെറുപ്പത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു വിടുകയാണ്. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രായത്തിന് മുമ്പ് തന്നെ മക്കൾക്ക് ഈ സ്വത്തെല്ലാം കൈവരുമ്പോഴേക്കും അവർ ഉത്തരവാദിത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നടത്തുന്നു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മക്കൾക്ക് ഒരു നേരെ നിൽക്കാനുള്ള കഴിവ് അയക്കുന്നത്, അവർക്ക് സ്വന്തം കാര്യം നിൽക്കാനുള്ള കഴിവ് അയക്കഴിഞ്ഞാൽ അവർക്ക് അതിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, അത് തന്നെ ചാവർപിതാവ് പറയുന്നുണ്ട്. ജെയ്സൺ പറഞ്ഞതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. എൻ്റെ അനുഭവത്തിലൊരു കുടുംബത്തിൽ 11 മക്കളായിരുന്നു. അപ്പോൾ മൂത്ത മകൻ പെണ്ണ് കെട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് 6ാമത്തെ കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി മുതൽ അങ്ങോട്ട് 5-6 പിള്ളേരെ ഈ മൂത്ത പുള്ളി കെട്ടിക്കൊണ്ട് വന്ന മകൾ പഠിപ്പിച്ച് അവർക്കെല്ലാം ജോലി അടക്കം കിട്ടി. ടീച്ചേഴ്സ് അങ്ങനെയുള്ള മേഖലയിലേക്ക് എല്ലാവരും മാറി. ഈ ഏറ്റവും മൂത്ത മകൻ അന്ന് തറവാട്ടിലാണ് ഉള്ളത്. അവർ മാറിയിട്ടില്ല. ഇവരുടെ എല്ലാവരുടെയും കല്യാണം, ഇളയ മകൻ്റെ മാത്രം കല്യാണം കഴിയുന്നതിന് മുമ്പ് ആണ് അവിടെ വീതം വെപ്പ് നടക്കുന്നത്. ഈ വീതം വെക്കുന്ന സമയത്ത് എല്ലാവർക്കും തുല്യ വീതം കൊടുക്കുന്നത് എങ്ങനെ? എല്ലാവർക്കും തുല്യ വീതത്തിൽ അവിടെ കൊടുത്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10-30 കൊല്ലം മുമ്പ് കെട്ടി വീട്ടിൽ വന്ന് അവർ അന്ന് മുതൽ
അധ്വാനിച്ച് ഈ മക്കളെല്ലാം ടീച്ചേഴ്സാക്കി അവർക്ക് കൊടുത്ത വീതവും ഈ മൂത്ത മകന് കൊടുത്ത വീതം ഈക്വലായിരുന്നു. അതുകൊണ്ടാണ് ജെയ്സൺ പറഞ്ഞത് ഓരോ മക്കളും അവരുടെ പ്രായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്കുള്ള വീതം അവർക്ക് കൊടുക്കണം, അവരെ മാറ്റേണ്ടവരെ മാറ്റണം എന്നുള്ളത്. അച്ഛനെ എന്തോ ഒന്ന് മാതാപിതാക്കൾ മക്കൾക്ക് സ്വത്ത് അവരിപ്പോൾ ഒരു ഫാമിലി ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ മക്കളൊക്കെ വിവാഹിതരായി അവർക്ക് മക്കളായി അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു സ്വത്ത് വിഭജിച്ച് ഒരു ഭാഗോടമ്പടി ചെയ്യുക. അതായത് പൂർണ്ണമായും കൊടുക്കാൻ സാധിക്കുന്ന അത്ര, അതായത് മാതാപിതാക്കൾക്കും കൂടി കരുതി വെച്ച് ബാക്കിയുള്ള സ്വത്ത് കൊണ്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് ക്രയവിക്രയം ചെയ്യാനുള്ള അനുമതി കൊടുക്കാവുന്നതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെയും നമ്മൾ ചില മാതാപിതാക്കൾ ചെയ്യുന്നത് മക്കളോടുള്ള പൊരിഞ്ഞ സ്നേഹം കൊണ്ട് മുഴുവനും അങ്ങ് കൊടുത്തുവിടും, അവർ ഞങ്ങളെ നോക്കിക്കൊള്ളുന്നത്. അവിടെയാണ് പല മാതാപിതാക്കളും കെണിയിലാവുന്നതും സ്വയം അവർ ബുദ്ധിമുട്ടിലേക്ക് വരുന്നതും. അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു മാറ്റം വേണം. അതുകൊണ്ട് ഇപ്പോൾ മാതാപിതാക്കൾ സ്വത്തെല്ലാം അവർക്കും കൂടി കരുതി വെച്ചിട്ടാണ് ബാക്കിയുള്ളതാണ് അവർ കൊടുക്കുന്നത്. ചാവറപിതാവ് പറഞ്ഞതും എനിക്ക് തോന്നുന്നു ഈ ഒരു ദർശനം തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ. കാരണം ചാവറപിതാവ് ഉദ്ദേശിച്ചത് അന്ന് ധാരാളം മാതാപിതാക്കൾ അനാഥരായി തെരുവിൽ അലഞ്ഞു നടക്കുന്നതിൻ്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം അഗതി മന്ദിരവും തുടങ്ങുന്നത്. ഇത് എഴുതുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം കൈനഗിരിയിൽ അത് തുടങ്ങുന്നതെന്ന് ഓർക്കണം. കാരണം അങ്ങനെ കണ്ടതുകൊണ്ടാണ്, അന്നും അതുണ്ട്. ചാവറപിതാവ് അതുകൊണ്ട് തന്നെയാണ് എഴുതിയത്, വാർദ്ധക്യത്തിൽ മക്കൾ നിങ്ങളെ നോക്കണമെങ്കിൽ മാതാപിതാക്കൾ മക്കളെ നല്ല കത്തോലിക്കരായി നല്ല ക്രിസ്ത്യാനി മക്കളാക്കി വളർത്തണം ചെറുപ്പത്തിൽ. അങ്ങനെ ചെറുപ്പത്തിൽ വളർത്താനായിട്ട് നമുക്കുള്ള അവസരം എന്താണ്? അത് വേദപഠനമാണ്, കാറ്റക്കിസമാണ്. കാറ്റക്കിസത്തിന് കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ അയക്കുന്നതിന് പകരം അവരെ നിർബന്ധിച്ച് മാതാപിതാക്കൾ മറ്റു പഠനങ്ങൾക്ക് എൻട്രൻസ് കോച്ചിങ്ങിനും അതിനുമൊക്കെ വിട്ട് പഠിപ്പിച്ച് ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഒക്കെ ആക്കി അവസാനം അവർ കാര്യങ്ങളൊക്കെ സേഫായി കഴിയുമ്പോൾ മാതാപിതാക്കളെ വീണ്ടും അനാഥാലയത്തിലേക്ക് കൊണ്ടുപോയി വിടുന്നു. ഇപ്പം റോബിയച്ചൻ പറഞ്ഞ പോയിൻ്റ്, നമ്മളുടെ മതപഠനം ഇത്തരത്തിലുള്ള ക്രൈസ്തവ ധാർമ്മിക മൂല്യങ്ങൾ നമ്മുടെ മക്കളിൽ ബാല്യത്തിൽ ഉറയ്ക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള വളരെ ക്രമബദ്ധമായ ഒരു പരിശീലന പ്രക്രിയയുടെ ഭാഗമാണ് നമ്മുടെ മതപഠനം. ഒരു കാരണവശാലും വേദപഠനം ഒഴിവാക്കിക്കൊണ്ടുള്ള മറ്റു പഠനങ്ങൾക്ക് കത്തോലിക്ക സഭ പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല. അത് ഏത് രൂപതയിലാണെങ്കിലും അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ, അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. എൻ്റെ പള്ളിയിലാണെങ്കിൽ ഈ +1 +2കാർക്ക് ഞായറാഴ്ച സ്പെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അവർ കോച്ചിന് കാര്യം പോകണം. അതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം 7 മണി മുതൽ 8:15 വരെ അവർക്ക് ക്ലാസ്സുണ്ട്, കാറ്റഗിസമുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. കാറ്റഗിസം ഞായറാഴ്ച തന്നെ പഠിക്കണം. നമ്മളൊക്കെ ആർക്കും അങ്ങനെ നിർബന്ധം പറയാൻ പറ്റുന്ന സാഹചര്യം അല്ല ഇപ്പോൾ. ആനുപാതികമായ ഒരു സമയം അതിന് കണ്ടെത്തുക എന്നുള്ളതാണ് കാര്യം. ഞാൻ പറഞ്ഞു വന്ന് അവസാനിപ്പിക്കുന്നത്, അങ്ങനെ കണ്ടെത്താതെ ആനുപാതികമായി നമ്മുടെ കത്തോലിക്ക സഭ നൽകുന്ന മതപഠനം നൽകുവാൻ കൂട്ടാക്കാതെ മക്കളെ മറ്റു പഠനങ്ങൾക്ക് വേണ്ടി മാത്രം വിടുന്ന മാതാപിതാക്കൾക്ക് ഈ അടി കിട്ടും എന്നാണ് ചാവറപിതാവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ അവർക്ക് അനാഥരായി അലഞ്ഞു നടക്കേണ്ട സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് മക്കൾക്ക് വീതം വെച്ച് നൽകുന്നത് വളരെ ബുദ്ധിപൂർവവും യുക്തിപൂർവവും ഇന്നത്തെ നമ്മളുടെ നിയമ സംവിധാനങ്ങൾക്കനുസരിച്ചുമായിരിക്കണം എന്നാണ് കൃത്യമായിട്ട് അദ്ദേഹം 150 വർഷങ്ങൾക്ക് മുൻപേ എഴുതി വെച്ചത്. ഈ വീതം വെപ്പിനെ പറ്റി നമ്മുടെ ബൈബിളിൽ നമ്മൾ കാണുന്ന ധൂർത്തപുത്രൻ്റെ ഉപമയോടുകൂടി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചിന്ത സമാപിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ധൂർത്തപുത്രൻ പിതാവിനോട് ചോദിച്ചത്, എനിക്ക് സ്വത്തിൽ ഉള്ള ഓഹരി തരിക എന്നാണ്. സ്വത്തിൽ അവന് ലഭിച്ച ഓഹരി കൊണ്ട് അവൻ പോകുമ്പോൾ അവൻ്റെ അപ്പനും അമ്മയും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം സ്വത്തല്ല, അപ്പൻ അവൻ്റെ സ്വത്തിൻ്റെ ഭാഗമായി മാറിയില്ല. അതുകൊണ്ടാണ് സ്വത്ത് അവൻ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ ജ്യേഷ്ഠൻ ബഹളം വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഉപമയിൽ കാണുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ ഇന്ന് ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ ഒരു സമാഹാരത്തിലേക്ക് വരുമ്പോൾ സ്വത്ത് എന്ന് പറയുന്നത് ഭൂസ്വത്തോ ബാങ്ക് ബാലൻസോ അല്ല ഒരു കുടുംബത്തിൻ്റെ സ്വത്ത് എന്നാണ് ചാവറയച്ചൻ കൊണ്ടുവരുന്ന അടിസ്ഥാനപരമായ ചിന്ത എന്നെനിക്ക് തോന്നുന്നു. അത്
മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഹൃദയബന്ധമാണ്, സ്നേഹമാണ്. സ്നേഹമാണ് യഥാർത്ഥത്തിലുള്ള സമ്പാദ്യം. അത് വീതം വെച്ച് കൊടുക്കാൻ കൃത്യസമയത്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞും അവൻ്റെ അപ്പനെയോ അമ്മയെയോ ഉപേക്ഷിക്കില്ല, തള്ളിക്കളയില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ അറിയാതെ നമ്മൾ ഈ ഭൂസ്വത്തിന് വേണ്ടി, അതാണ് ജീവിതത്തിന് സുരക്ഷിതത്വം നൽകുന്നത് എന്നങ്ങ് വിശ്വസിച്ച് പോവുകയാണ്. ഏത് ഭൂ ഉടമകൾക്കാണ് ജീവിതത്തിൽ സുരക്ഷിതത്വമുള്ളത്? സമ്പത്ത് സുരക്ഷിതത്വം നൽകുന്നു എന്ന് പറയുന്ന ഒരു കുടുംബവും സമാധാനത്തിന് സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പരമുള്ള ധാരണയുടെയും സുരക്ഷിതത്വമാണ് ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെ അടിസ്ഥാനപരമായ ഐക്യത്തിന് കാരണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ചാവറയച്ചൻ ഈ ഒരു ചിന്ത പങ്കുവയ്ക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കേണ്ട, പകരം അവരെ സ്നേഹത്തിൽ വളർത്തി ജീവിതത്തിലും ക്രൈസ്തവ മൂല്യബോധത്തിലും സുരക്ഷിതരാക്കിയിട്ട് ഭൗതിക സ്വത്ത് വീതം വെച്ച് കൊടുത്താൽ മതി എന്നുള്ളൊരു ചിന്ത. ഈ ഒരു ചിന്ത നമ്മൾ വളരെ സജീവമായ ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. കൂരാച്ചുണ്ട് മേഖലയിലുള്ള ദീപിക ഫ്രണ്ട്സ് ക്ലബിൻ്റെ നേതാക്കളാണ് കുടുംബത്തോടൊപ്പം ഇവിടെ വന്ന് ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തത്. വളരെ സജീവമായ ചർച്ചയിൽ ആൻ്റണി അച്ഛൻ്റെ വളരെ വിദഗ്ധമായ നിയമോപദേശം നമുക്ക് ബലമായി മാറി. ഭൗതികമായ സ്വത്തിൻ്റെ സുരക്ഷിതത്വം ഒരു കുടുംബത്തിനും ശാശ്വതമായ ഒരു സുരക്ഷിതത്വം നൽകുന്നില്ല എന്ന വർത്തമാനകാല അനുഭവം നമ്മൾ ചാവറയച്ചൻ്റെ ഈ ചാവരുകളുമായി ചേർത്ത് വെച്ച് വായിക്കുകയായിരുന്നു ഇത്രയും സമയം. സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പരസ്പര ധാരണയുടെയും പങ്കുവയ്പ്പിൻ്റെയും ഒരു സമ്പാദ്യം ക്രൈസ്തവ കുടുംബത്തിൻ്റെ മൂല്യമായി മാതാപിതാക്കൾ മക്കൾക്ക് പങ്കുവെച്ചു കൊടുത്താൽ ആ കുടുംബങ്ങളിൽ എന്നും മാതാപിതാക്കളും സുരക്ഷിതരായിരിക്കും, മക്കളും സുരക്ഷിതരായിരിക്കും എന്ന അനുഭവം 150 വർഷം മുമ്പ് നമ്മോട് പറഞ്ഞ ചാവറ പിതാവിൻ്റെ വാക്കുകൾ ഇന്ന് വർത്തമാനകാലത്തിൽ മക്കളെ വളർത്തുവാൻ വിളിക്കപ്പെട്ട എല്ലാ മാതാപിതാക്കൾക്കും, മാതാപിതാക്കളോടൊപ്പം വളരുന്ന എല്ലാ മക്കൾക്കും ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് സമാപിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.